സംസാരത്തിലും പ്രസംഗത്തിലും പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങളും വിഡ്ഢിത്തരങ്ങളാണെങ്കിലും യുവ ഇടതുപക്ഷ ബുദ്ധിജീവി എന്നാണ് ചിന്താ ജെറോമിനെ കേരളത്തിലെ CPMകാർ ആഘോഷിക്കുന്നത്. ചിന്താ ജെറോം ഇപ്പോൾ വെറും ചിന്താ ജെറോമല്ല, ഡോക്ടർ ചിന്താ ജെറോമാണ്. ഒരു പതിറ്റാണ്ട് കാലത്തെ ഇടതുമുന്നണിയുടെ കേരള ഭരണത്തിൻ്റെ പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൊന്നുകൂടിയാണ് ചിന്താ ജെറോമിൻ്റെ PhD ബിരുദം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ സർവകലാശാലകളെ CPM രാഷ്ട്രീയവൽക്കരിച്ചതിൻ്റെ ഗുണഭോക്താവായതുകൊണ്ട് മാത്രമാണ് ഇവർക്ക് ഇത്തരത്തിൽ ഒരു ബിരുദം ലഭിച്ചതും ഡോക്ടർ എന്ന അഭിസംബോധന പേരിന് മുന്നിൽ ചേർക്കുവാൻ സാധിക്കുന്നത്. കാരണം മലയാളത്തിലെ ഏറ്റവും ജനപ്രിയമായ കവിതകളിലൊന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച വാഴക്കുല എന്ന് പറയുന്നത്. എന്നാൽ തൻ്റെ PhD പ്രബന്ധത്തിൽ വാഴക്കുലയുടെ രചയിതാവ് വൈലോപ്പള്ളിയാണെന്ന അബദ്ധമാണ് ചിന്താ ജെറോം രേഖപ്പെടുത്തി വെച്ചത്. ഇതുപോലും അവഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് PhD ബിരുദം ദാനം ചെയ്യുവാൻ കേരളത്തിലെ സർവകലാശാല തീരുമാനമെടുത്തത് എന്നതുകൊണ്ടാണ് പിണറായി ഭരണത്തിൻ്റെ ഒരു നേട്ടമായിട്ട് ചിന്തയുടെ ഡോക്ടർ പദവിയെ വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞത്. ഏതൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോ ചിന്തയുടെ വിദ്യാഭ്യാസ യോഗ്യതയെക്കുറിച്ചല്ല, നേരെ മറിച്ച് അവരുടെ സ്ത്രീവിരുദ്ധ മനോഭാവത്തെക്കുറിച്ചുള്ളതാണ്. ആരോഗ്യമന്ത്രിയായ വീണ ജോർജിന് നേരെ ഇന്നലെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിങ്കൊടി കാട്ടി പ്രതിഷേധിക്കുവാൻ KSU പ്രവർത്തകർ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ വലിയ പോലീസ് വലയത്തിൻ്റെ സംരക്ഷണയിലായിരുന്ന മന്ത്രിക്ക് നേരെ കരിങ്കൊടി ഉയർത്തി പ്രതിഷേധിക്കുവാൻ KSUക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്ന് പുറത്തു വന്നിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങളിലൂടെ മലയാളികൾ മുഴുവൻ കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഈ പ്രതിഷേധത്തിനിടയിൽ KSUക്കാരുടെ ആക്രമണത്തിനിരയായി മന്ത്രിയുടെ കഴുത്തിന് ഗുരുതരമായ പരിക്കേറ്റു എന്ന് ചൂണ്ടിക്കാട്ടി ഇന്നിപ്പോൾ അവരൊരു സർക്കാർ ആശുപത്രിയുടെ ICUവിൽ സമയം ചെലവഴിക്കുകയാണ്. യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നത് സർക്കാർ ആശുപത്രിയുടെ ICUവിൽ മാത്രമേ AC ഉള്ളൂ എന്നതുകൊണ്ടാവാം മുറിയിൽ അഡ്മിറ്റ് ആവേണ്ട മന്ത്രി ഇപ്പോൾ ICUവിൽ കയറിക്കിടക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ഈ കേസിൽ പ്രതി ചേർത്ത് KSUവിൻ്റെ നേതാക്കളെ വധശ്രമ കുറ്റം ചുമത്തി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ കാര്യത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുവാനായി കേരളമെമ്പാടും DYFIയുടെയും SFIയുടെയും നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറുകയുണ്ടായി. കൊല്ലത്ത് നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ ചിന്താ ജെറോം ആയിരുന്നു. 2026 കൊല്ലം നിയോജക മണ്ഡലത്തിൽ നിന്നും മുകേഷിൻ്റെ പിൻഗാമിയായി മത്സരിക്കുവാൻ ഇറങ്ങുന്നത് ചിന്താ ജെറോമാണെന്ന അഭ്യൂഹങ്ങൾ പരക്കുന്നതിനാൽ തന്നെ കൊല്ലം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ചിന്തയുടെ പ്രവർത്തനങ്ങൾ അത്രയും. ഈ പ്രതിഷേധ പ്രകടനത്തിനിടയിൽ, അതായത് ചിന്താ ജെറോം നയിച്ച പ്രതിഷേധ പ്രകടനത്തിനിടയിൽ SFI നേതാക്കൾ ഉയർത്തുകയും ചിന്താ ജെറോം ഏറ്റുവിളിക്കുകയും ചെയ്തിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. സ്ത്രീയും പുരുഷനും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ് മനുഷ്യക്കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. ഇവിടെ അച്ഛനില്ലാത്ത നേരത്ത് അമ്മയ്ക്കുണ്ടായ പട്ടികളെ എന്നാണ് KSUക്കാരെ ചിന്താ ജെറോമും കൂട്ടരും മുദ്രാവാക്യത്തിലൂടെ അധിക്ഷേപിക്കുന്നത്. ഇത് KSU എന്ന സംഘടനയിൽ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയുള്ള അധിക്ഷേപമല്ല, നേരെ മറിച്ച് കേരളത്തിലെ അമ്മയായിട്ടുള്ള ഓരോ സ്ത്രീകൾക്കും നേരെ നടത്തുന്ന അധിക്ഷേപ പരാമർശമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഒരു കുടുംബ വ്യവസ്ഥതയിൽ ഭർത്താവില്ലാത്ത നേരത്ത് ഒരു ഭാര്യ കുഞ്ഞിന് ജന്മം കൊടുത്തു, അതായത് പ്രസവിച്ചു എന്നല്ല, ഉദരത്തിൽ ജന്മം കൊടുത്തു എന്ന് പറയുന്നത് അവരുടെ ചാരിത്രശുദ്ധിയെ സംശയനിഴലാക്കുന്ന, അവരുടെ ചാരിത്രശുദ്ധിയെ തള്ളിപ്പറയുന്ന ഒരു പരാമർശമാണ്. ഇത്തരമൊരു പരാമർശം KSUക്കാരെക്കുറിച്ച് ഉയർത്തിക്കൊണ്ട് ചിന്താ ജെറോമിനെ പോലെ ഒരു സ്ത്രീപക്ഷവാദിയായ ഇടതുബുദ്ധിജീവിയായ വനിതാ നേതാവ് പ്രകടനം നടത്തുമ്പോൾ ഇവരൊക്കെ നമ്മുടെ സംസ്കാരത്തിന് എത്രമാത്രം അപമാനകരമാണെന്ന് തിരിച്ചറിയുവാനുള്ള ബോധ്യമാണ് മലയാളികൾക്കുണ്ടാവേണ്ടത്. ചിന്താ ജെറോമിൻ്റെ സ്ത്രീപക്ഷവാദത്തിലെ കാപഢ്യമല്ല നമ്മളുടെ ചർച്ചാ വിഷയം. ചിന്താ ജെറോമിൻ്റെ സ്വഭാവശുദ്ധിയല്ല നമ്മുടെ ചർച്ചാ വിഷയം. എന്തിന്, ചിന്താ ജെറോമിൻ്റെ അമ്മയുടെ സ്വഭാവശുദ്ധി പോലും നമ്മുടെ ചർച്ചാ വിഷയമാവേണ്ടതില്ല. നേരെ മറിച്ച് നമ്മൾ ചർച്ചാ വിഷയമാക്കേണ്ടത് ചിന്താ ജെറോമിൻ്റെ മനസ്സിലുള്ള ചില മൂല്യങ്ങളെക്കുറിച്ചും മനോഭാവങ്ങളെക്കുറിച്ചുമാണ്. ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ പ്രതിനിധീകരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ആശയത്തെക്കുറിച്ച് നാം ഈ ഘട്ടത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ക്യാമ്പസിൻ്റെ മതിലുകളിൽ സ്ത്രീയും പുരുഷനും സംഭോഗം നടത്തുന്ന ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ട് എന്തിനാടാ തുറച്ചു നോക്കുന്നത്, നീയൊക്കെ ഉണ്ടായതും ഇങ്ങനെയാണ് എന്ന് ആദർശപരമായി എഴുതി വെച്ച ഒരു വിദ്യാർത്ഥി സംഘടനയാണ്
SFI. ഈ SFIയിലൂടെ തന്നെയാണ് ചിന്താ ജെറോമും ഉയർന്നു വന്നിട്ടുള്ളത്. ഇതേ പാരമ്പര്യം തന്നെയാണ് ഇന്നലെ അമ്മമാരെ അവഹേളിക്കുന്ന മുദ്രാവാക്യം വിളിയിലൂടെ ചിന്താ ജെറോം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഇവിടെ 2026 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയുടെ നേതൃത്വത്തിൽ ഒരു മന്ത്രിസഭ രൂപീകരിക്കുകയാണെങ്കിൽ ചിന്താ ജെറോമിനെ പോലുള്ള നേതാക്കൾ ഏതെങ്കിലും നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്ന് MLAമാരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ മന്ത്രി പദവിയിലേക്ക് പോലും എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവർക്കൊരുപക്ഷെ CPM നൽകുവാൻ പോകുന്നത് വിദ്യാഭ്യാസ വകുപ്പാവാം, അല്ലെങ്കിൽ സാംസ്കാരിക വകുപ്പാകാം. ഈ മനോഭാവമുള്ള ഇടത് നവ ലിബറൽ ആശയങ്ങൾ എന്ന പേരിൽ നമ്മുടെ സമൂഹ വ്യവസ്ഥിതിയുടെ ഒരു സാൻമാർഗികതയെ അട്ടിമറിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇത്തരം വനിതാ കഥാപാത്രങ്ങൾ നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പോ സാംസ്കാരിക വകുപ്പോ ഭരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കേരളത്തിൻ്റെ തനിമയ്ക്ക് എത്രമാത്രം വലിയ അപകടമാണ് ഉയർത്തുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ചിന്താ ജെറോമിനെ പോലെ വൃത്തികെട്ട സ്ത്രീവിരുദ്ധ സമീപനമുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു യുവതി ഒരു കാരണവശാലും ജനപ്രതിനിധിയാകുവാൻ പാടില്ല എന്ന തീരുമാനം ഈ മുദ്രാവാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലെങ്കിലും കേരളം കൈക്കൊള്ളേണ്ടതാണ്. ചിന്താ ജെറോം എന്ന പ്രതിഭാസം ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ എന്ന് ചോദിച്ചാൽ അതും അല്ല എന്ന് നാം പറയേണ്ടി വരും. ഇത്തരം മനോവൈകൃതമുള്ള ഒരു പിടി നേതാക്കളെ, അല്ലെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത അത്ര നേതാക്കളെ കേരളത്തിലെ SFIയുടെയും DYFIയുടെയും നേതൃനിരയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇത്തരക്കാരാവരുത് കേരളത്തിൻ്റെ ഭരണചക്രം നിയന്ത്രിക്കേണ്ടത് എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കണം 2026 നാം പോളിംഗ് ബൂത്തിലേക്ക് എത്തേണ്ടത്. ഇനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 വാക്ക് ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ അഭിനയത്തെക്കുറിച്ച് കൂടി പറയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ മികച്ച നടിക്കുള്ള അവാർഡ് വീണ ജോർജിന് ഇന്നലെ നടത്തിയ പ്രകടനത്തിൻ്റെ പേരിൽ കൊടുക്കേണ്ടതാണ്. അത്തരത്തിൽ അവാർഡ് സമ്മാനിക്കുമ്പോൾ എന്തായിരിക്കും അവാർഡ് ശില്പത്തിൻ്റെ രൂപമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? വീണ ജോർജിന് കൈമാറുവാനുള്ള അവാർഡാകുമ്പോൾ സ്വാഭാവികമായും അത് സ്വർണത്തിൽ പൊതിഞ്ഞ ഒരു കത്രികയുടെ രൂപത്തിലുള്ളതാണെങ്കിൽ ഏറ്റവും നന്നായിരിക്കുമെന്നാണ് കഴിഞ്ഞ കുറച്ചു കാലത്തെ കേരളത്തെ അവർ ഭരിക്കുന്ന ആരോഗ്യരംഗത്തെ വാർത്തകളിൽ നിന്ന് നമുക്ക് വിലയിരുത്തുവാൻ കഴിയുന്നത്. വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ പുറത്തു വന്നിട്ടുള്ള ദൃശ്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ജനാധിപത്യപരമായ രീതിയിൽ അവർക്ക് നേരെ പ്രതിഷേധിക്കുവാനെത്തിയ പ്രതിപക്ഷ യുവജന സംഘടനയിലെ പ്രവർത്തകരോട് ആക്രോശിച്ചുകൊണ്ട് ഒരു തെരുവുകുണ്ടയുടെ ശരീരഭാഷയോടുകൂടി വെല്ലുവിളി നടത്തി പാഞ്ഞെടുക്കുന്ന ഒരു മന്ത്രിയെയാണ്. ഇത്തരത്തിൽ ഒരു മന്ത്രിയാണോ കേരളത്തിൻ്റെ വനിതാ ശിശുക്ഷേമ ആരോഗ്യ വകുപ്പുകൾ ഭരിക്കേണ്ടതെന്നുകൂടി നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇതെല്ലാം ചില അടയാളങ്ങളാണ്. സംഭവിച്ചു പോയിട്ടുള്ള ദുരന്തങ്ങളുടെയും വരാനിരിക്കുന്ന ദുരന്തങ്ങളുടെയും പ്രതിഫലനമായിട്ടുള്ള ചില അടയാളങ്ങൾ. ഇടതുപക്ഷത്തിൻ്റെ വനിതാ മുഖങ്ങൾ എന്ന് പറയുന്ന ചിന്താ ജെറോമും വീണ ജോർജുമെല്ലാം കൃത്യമായ ചില മുന്നറിയിപ്പുകളാണ് കേരളത്തിന് നൽകുന്നത്. ഇനിയും ഇവർക്ക് ഈ നാട് ഭരിക്കുവാൻ അവസരം ലഭിച്ചാൽ ഈ നാടിൻ്റെ സാംസ്കാരിക പാരമ്പര്യത്തെ മാത്രമല്ല, ഈ നാടിൻ്റെ സാമ്പത്തിക അടിത്തറയെ മാത്രമല്ല, ഈ നാട്ടിലെ യുവാക്കളുടെ ജോലി സ്വപ്നങ്ങളെ മാത്രമല്ല, ഈ നാടിനെ തന്നെ അവർ വിറ്റുമുടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. പിണറായി വിജയൻ്റെ അടിമകളായി, പിണറായിസം എന്ന ആദർശത്തിൻ്റെ വക്താക്കളായി നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിൻ്റെ മറവിൽ എല്ലാവിധ അഴിമതികളും കാണിക്കുകയും യാതൊരു നാണവും മാനവുമില്ലാതെ ഈ അഴിമതികളെ ന്യായീകരിച്ചുകൊണ്ട് ജനങ്ങളെ വിഡ്ഢികളാക്കുകയും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സർക്കാരിനും അതിൻ്റെ പ്രതിനിധികൾക്കും ആ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ നേതാക്കൾക്കും കേരള രാഷ്ട്രീയത്തിൽ നിന്ന് VRS നൽകുവാനുള്ള സുവർണാവസരമാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ചിന്തയോടുകൂടി തന്നെയായിരിക്കണം ഓരോ മലയാളിയും 2026 ഏപ്രിൽ മാസത്തിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തിച്ചേരേണ്ടത്. ഏതൊക്കെയാണെങ്കിലും ഈ രാഷ്ട്രീയ ചിന്തകൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ചിന്താ ജെറോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും മ്ലേച്ഛകരമായ സ്ത്രീവിരുദ്ധ മുദ്രാവാക്യത്തെ അപലപിച്ചുകൊണ്ട് വീണ ജോർജിനെ ഓർത്ത് സഹതപിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.